അതെ, ഇന്ന് നല്ല ഒരു ഗുജറാത്തി ഊന്തിയു ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി എടുത്ത് ഗ്യാസ് ഓൺ ചെയ്യുക. ചട്ടി ചൂടായി വരുമ്പോൾ ഗ്രൗണ്ട്നട്ട് ഓയിൽ ചേർക്കുക. ഏത് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ആ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. പച്ചക്കായ ഇട്ട് കൊടുക്കുക. ചേന ഇട്ട് കൊടുക്കുക. കാവത്ത് ഇട്ട് കൊടുക്കുക. ഇത് എല്ലാം കൂടി വഴറ്റുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കുക. ഇനി തുവർ ഇട്ട് കൊടുക്കുക. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അമരക്കായ ഇട്ട് കൊടുക്കുക. ഇത് എല്ലാം കൂടി വഴറ്റുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കുക. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നന്നായി തുടച്ചു കൊടുക്കുക. കുക്കർ ചൂടായി വരുമ്പോൾ ഗ്രൗണ്ട്നട്ട് ഓയിൽ ചേർക്കുക. അതിലേക്ക് ജീരകം ചേർക്കുക. ജീരകം പൊട്ടുമ്പോൾ കരിയാമ്പു, കറുകപ്പട്ട, 2 മുഴമുളക് എന്നിവ ചേർത്ത് ഒന്ന് ചൂടാക്കുക. കറുകയില ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത് ചേർത്ത് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കുക. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി കപ്പലണ്ടിയും എള്ളും പൊടിച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം തക്കാളി അരച്ചത് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കുക. ഇനി അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ വഴുതനങ്ങ വേണമെങ്കിൽ മസാല നിറച്ച് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഊന്തിയ മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക.
അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കുക്കർ അടച്ച് 2 സീറ്റി വരുമ്പോൾ ഓഫ് ചെയ്യുക. ഇനി മുട്ടിയ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കടലമാവ്, ആവശ്യത്തിന് ഉലുവ ഇല, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത്, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഓരോ ചെറിയ ബോളുകളാക്കി ഇടുക. ഇനി ആ സെയിം ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. അതിലേക്ക് മുട്ടിയ ഇട്ടുകൊടുത്ത് വറുത്തെടുക്കാം. മുട്ടിയ വറുത്ത് വരുമ്പോഴേക്കും അടുത്ത മുട്ടിയ ഉരുട്ടിയെടുക്കാം. മുട്ടിയ റെഡി ആയിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി അടുത്ത മുട്ടിയ വറുത്തെടുക്കാം. ഇനി ചട്ടി മാറ്റിയതിന് ശേഷം കുക്കർ വയ്ക്കുക. അതിനുശേഷം വേവിച്ച ഊന്തിയിലേക്ക് മുട്ടിയ ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി മുട്ടിയ വറുത്ത ബാക്കി വന്ന ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അങ്ങനെ ഊന്തിയു റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.